ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വാഴപ്പിണ്ടി വൻപയർ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വാഴപ്പിണ്ടിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ അസിഡിറ്റിക്കും ദഹനത്തിനും അതേപോലെ ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വാഴപ്പിണ്ടി വൻപയർ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് വാഴപ്പിണ്ടി ചെറിയ പീസസ് ആക്കി കൊത്തി അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ കൊത്തി അരിഞ്ഞെടുത്തു. വൻപയർ ഞാനൊരു ഹാഫ് കുക്കാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാഴപ്പിണ്ടി നല്ലതുപോലെ കഴുകി വാഴി ഈ വൻപയറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അരപ്പിന് വേണ്ടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടിയും വൻപയറും കുക്കായി വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള വെള്ളം നമുക്ക് ഇറുത്ത് കളയാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കാതെ തന്നെ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ മഞ്ഞളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് അതൊഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വാഴപ്പിണ്ടിയൊക്കെ ഇട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വൻപയറിന് പകരം ചെറുപയർ യൂസ് ചെയ്യാം. അതുമല്ല, ചെറുപയറും വൻപയറും ഉപയോഗിക്കാതെ വാഴപ്പിണ്ടി മാത്രമായിട്ടും തോരൻ വയ്ക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.